സാർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ MBA പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ട്രഡീഷണൽ MBAs. അപ്പോൾ ഒരു ട്രഡീഷണൽ MBA കോഴ്സ് ചെയ്തിറങ്ങുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനേക്കാൾ കൂടുതലാണോ ABA പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത്? ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ താൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പ്ലേസ്മെന്റ് അവസരം എന്നുള്ളത് എല്ലാ സ്റ്റുഡൻസും തന്നെ പോലെ എല്ലാ സ്റ്റുഡൻസും നോക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. അതിൽ ഏറ്റവും നോക്കേണ്ട ഒരു പോയിന്റ് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാമിൽ എത്ര ഡൊമൈൻസ് വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര സ്പെഷ്യലൈസേഷൻ വരുന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു ട്രഡീഷണൽ MBA നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ HR&F ഫിനാൻസോ അല്ലെങ്കിൽ HR&F മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ HR&F ഓപ്പറേഷൻസോ അങ്ങനെ ഏതെങ്കിലും 2 സ്പെഷ്യലൈസേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ABAയിൽ 7 സ്പെഷ്യലൈസേഷൻ വരുന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരു MBAയേക്കാളും ട്രഡീഷണൽ MBAയേക്കാളും കൂടുതൽ സ്പെഷ്യലൈസേഷൻ പഠിക്കുന്നതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റ് അവസരങ്ങൾ അവിടെ കൂടും എന്നുള്ളത് ഡെഫിനറ്റ്ലി വരുന്ന കാര്യമാണ്. കാരണം ABAയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ HR വരുന്നുണ്ട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതുപോലെ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്, അതുപോലെ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷൻസ് വരുന്നുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയും വരുന്ന സമയത്ത് ഒരു ഫ്രഷറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പ്ലേസ്മെന്റ് അവസരങ്ങളും കുറച്ച് കൂടുതൽ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലേക്ക് അവർക്ക് എന്ത് ചെയ്യാം, ജോലിക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്ന പോയിന്റാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ട്രഡീഷണൽ MBA ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനേക്കാളും കൂടുതൽ പ്ലേസ്മെന്റ് അവസരങ്ങൾ അല്ലെങ്കിൽ ജോലി അവസരങ്ങൾ ABA കഴിഞ്ഞു വരുന്ന കാൻഡിഡേറ്റ്സിനെ ലഭിക്കാനായിട്ട് ഇടവരുത്തുന്നത്.